എൻ്റെ നല്ലയമ്മ. കാനായിൽ മധ്യസ്ഥ ശക്തി പ്രകടമാക്കി ആ ഭവനം ദൈവാനുഗ്രഹം പ്രാപിക്കുന്നതിന് ഇടയായി മാറിയ പരിശുദ്ധ അമ്മ ഇന്നും നമ്മുടെ ഭവനങ്ങളിൽ ഇടപെടുന്ന അനുഭവങ്ങൾ നിരവധിയായി നമുക്ക് കാണാൻ സാധിക്കും. അമ്മയിൽ ആശ്രയിക്കുന്നവരെ മാതൃവാത്സല്യത്തോടെ അമ്മ കരുതുന്ന അനുഭവങ്ങൾക്ക് അവസാനമില്ല. എൻ്റെ പേര് മിനി ഡെന്നി. ഞാൻ തൃശ്ശൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. ലൂർദ് കത്തീഡ്രൽ ഇടവാംഗമാണ്. എനിക്ക് അപ്പയും അമ്മയും അനുജനുമുണ്ട്. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ നൽകിയ അനുഭവങ്ങളും അനുഗ്രഹങ്ങളെയും കുറിച്ച് പങ്കുവയ്ക്കാനാണ് ഞാനിവിടെയുള്ളത്. ചെറുപ്പം മുതലേ അമ്മയോട് വലിയ ഭക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. ജപമാല എത്തിക്കുമ്പോഴുമെല്ലാം അമ്മയോടുള്ളൊരു സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. അമ്മയുടെ അമ്മയാണ് ജപമാല എത്തിക്കാൻ പഠിപ്പിച്ചത്. അമ്മാമ്മ മുട്ടുകുത്തി ജപമാല എത്തിക്കുന്നത് കണ്ടാണ് ആദ്യമായി ജപമാല എത്തിയാണെന്നൊക്കെ മനസ്സിലാക്കിയത്. അമ്മാമ്മ ഇങ്ങനെ എത്തിക്കുമ്പോഴും ഈശോയെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു തരുമ്പോഴെല്ലാം അങ്ങനെയാണ് പരിശുദ്ധ അമ്മയെക്കുറിച്ച് ഞാനും മനസ്സിലാക്കുന്നത്. തുടർന്ന് ഭവനത്തിലുള്ള കുടുംബ പ്രാർത്ഥനയിലും അമ്മയെക്കുറിച്ച് കൂടുതൽ അറിയാനും മുട്ടുകുത്തി ജപമാല എത്തിക്കാനുമെല്ലാം എനിക്ക് പ്രചോദനമായത് അമ്മാമ്മയുടെ അനുഭവങ്ങളാണ്. അതിനുശേഷം സ്കൂളിൽ വന്ന് ചേർന്നപ്പോൾ നിർമ്മലമാത സെൻട്രൽ സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കപ്പെട്ട വിദ്യാലയത്തിൽ പരിശുദ്ധ അമ്മയുടെ ഒരു കൊച്ചു ചാപ്പലുണ്ട്. അവിടെ പോയി പ്രാർത്ഥിക്കുവാനും അമ്മയെക്കുറിച്ച് ധ്യാനങ്ങളിലൂടെയും മറ്റു പ്രാർത്ഥനകളിലൂടെയും കൂടുതലായി അറിയാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവിടുത്തെ പ്രാർത്ഥനയുള്ള അന്തരീക്ഷമെല്ലാം പരിശുദ്ധ അമ്മയെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകിയാണ് ഞാൻ വളർന്നു വന്നത്. അപ്പോഴെല്ലാം അമ്മയെക്കുറിച്ച് വലിയൊരു ഭക്തിയോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. ജപമാല എത്തിക്കും. എന്നാൽ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ സ്വന്തം അമ്മയായി വന്നത് ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ അനുഭവത്തിലൂടെയാണ്. എന്നെ ആദ്യ കുർബാന സ്വീകരണത്തിനായി ഒരുക്കിയ സിസ്റ്ററൊക്കെയാണ് പറഞ്ഞു തന്നത്, പരിശുദ്ധ അമ്മയെ സ്വന്തം അമ്മയായി, സ്വർഗീയ അമ്മയെ നിൻ്റെ അമ്മയായി എടുക്കണമെന്ന്. പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള കഥകളെല്ലാം ആ സിസ്റ്ററാണ് പറഞ്ഞു തന്നത്. അങ്ങനെയാണ് പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെയും സ്വർഗത്തിലെ എല്ലാ വിശുദ്ധരെയും കുറിച്ച് കൂടുതലായി അറിഞ്ഞത്. ആദ്യ കുർബാന സ്വീകരണം നടന്ന ദിവസം മറ്റെല്ലാവരും ഏറ്റവും നന്നായി ഒരുങ്ങി, ഞാനും ഒരുങ്ങിയെന്ന് ഞാൻ വിശ്വസിച്ചു. കുമ്പസാര ദിവസം അന്നാണ് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ ഈശോ എന്നെ എത്രയും സ്നേഹിച്ചിരുന്നെന്ന്. കൊടും പാപിയായ എന്നിൽ വെറും ഗോതമ്പപ്പത്തിൻ്റെ രൂപത്തിൽ ഈശോ എഴുന്നള്ളി വരികയാണെന്ന് അറിഞ്ഞ ആ നിമിഷം സ്വർഗം നേടിയ ഒരു അനുഭവത്തിലൂടെ ഞാൻ കടന്നുപോയി. അന്ന് എല്ലാവരും 100 പിള്ളേരോളം അന്ന് വിശുദ്ധ കുർബാനയ്ക്കായി അണഞ്ഞിരുന്നു. അവരെല്ലാവരും അവരുടെ മാതാപിതാക്കളും കുർബാന സ്വീകരിച്ച് കഴിയുന്നവരെ ഞാൻ ഈശോയെ സ്വീകരിച്ചിരുന്ന് കരഞ്ഞു. എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞൂടാ, പരിശുദ്ധ അമ്മയുടെ അനുഭവമാണ്. ഈശോ എൻ്റെ ജീവിതത്തിൽ വന്നു, എന്തോ വലിയൊരു നേട്ടം ഉണ്ടായതുപോലെ വലിയൊരു സന്തോഷം കൊണ്ട് ഞാൻ കരഞ്ഞു വന്ന്. അതിലൂടെയാണ് പരിശുദ്ധ അമ്മയെ എനിക്ക് കിട്ടിയത്. അന്നു മുതൽ ജപമാല കൂടുതൽ ഭക്തിയോടെ എത്തിക്കാൻ ഞാൻ പരിശ്രമിച്ചു. അതിനുശേഷം യാത്രകളിലും സ്കൂളിലേക്ക് പോകുമ്പോഴും അതിനുശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ഞാൻ യാത്ര ചെയ്തിരുന്നു. ആ യാത്രകളിലുടനീളം പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. സ്കൂളിലെല്ലാം മറ്റു പിള്ളേർ ബ്രേക്ക് ടൈമിലെല്ലാം കളിക്കുമ്പോഴും പഠിക്കുമ്പോഴെല്ലാം ഞാൻ ഓടി ചാപ്പലിൽ പോയിരിക്കും. പരിശുദ്ധ അമ്മയുടെ കൂട്ടും ഉണ്ണീശോയും അവിടെ ആരാധന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുമ്പോഴെല്ലാം പരിശുദ്ധ അമ്മ കൂടെയുണ്ട്. ആ ഒരു സംരക്ഷണം അവിടെ പോയിരിക്കുമ്പോൾ അമ്മ നീലക്കാപ്പയിന്മേൽ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു അനുഭവം എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെയാണ് പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്വന്തം അമ്മയായി ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ കടന്നു വന്നത്. ജപമാല പ്രാർത്ഥനയുടെ ശക്തമായ സംരക്ഷണം ജീവിതത്തിൽ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഇത്. പരിശുദ്ധ അമ്മയിൽ നിരന്തരം ആശ്രയിക്കുന്ന ജീവിതങ്ങളെ അമ്മ ഇടപെട്ട് അപകടങ്ങളിൽ നിന്നും രക്ഷിക്കും എന്നതിന് വ്യക്തമായ ഉദാഹരണമാണ് മിനിയുടെ ജീവിതത്തിലുണ്ടായ ഈ അനുഭവം. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയൊരു അനുഭവമുണ്ട്. പരിശുദ്ധ അമ്മയുടെ ജപമാല പിടിച്ചാണ് ഞാൻ എപ്പോഴും കിടന്നുറങ്ങിയിരുന്നത്.
എൻ്റെ കയ്യിൽ കുഞ്ഞു മോതിരം പിടിച്ച് പരിശുദ്ധ അമ്മ ഈശോയുടെ കൂടെ എൻ്റെ തൊട്ടടുത്ത് വന്ന് കിടക്കുന്ന അനുഭവമാണ് ആ ജപമാല പിടിച്ച് കിടന്നുറങ്ങുമ്പോൾ എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ 2016 ജനുവരി 14 സ്കൂൾ വിട്ട് തിരിച്ച് വീട്ടിലെത്തി. പിറ്റേ ദിവസം സ്കൂളിൽ എക്സിബിഷൻ ആയിരുന്നു. അതിനായി ചാർട്ട് വർക്ക് കാരണം ഞാൻ ലാപ്ടോപ്പിലിരുന്ന് കുറച്ച് കാര്യങ്ങൾ എഴുതിയെടുക്കാനായി തുടങ്ങി. അമ്മയും അനിയനും എക്സ്റേ എടുക്കാൻ വേണ്ടി പുറത്തു പോയി. ആ സമയം ഞാൻ ലാപ്ടോപ്പിലിരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കണ്ണട വയ്ക്കാതെയായിരുന്നു അന്ന് അത് ചെയ്തിരുന്നത്. അമ്മ പോയപ്പോൾ വീട് ഡബിൾ ലോക്ക് ചെയ്ത് ബാൽക്കണിയും ജനലയും എല്ലാം അടച്ച് ഞാൻ സേഫായി ഒരു ഫ്ലാറ്റിനുള്ളിലിരുന്നു. 14 നിലയുള്ള ഫ്ലാറ്റിലെ 9ാം നിലയിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. എല്ലാം അടച്ച് ഞാൻ സേഫായി അതിനകത്തിരുന്നു. ലാപ്ടോപ്പിൽ കുറച്ച് നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ണ് സ്ട്രെസ്ഡ് ഔട്ടായിപ്പോയി. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം 10 മിനിറ്റ് കിടക്കാമെന്ന് പറഞ്ഞ് ബെഡ്റൂമിൽ പോയി കിടന്നു. ഞാൻ ഉറങ്ങിപ്പോയി. ജപമാല കൈ പിടിച്ചുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയി. അമ്മ തിരിച്ചു വന്നു എന്നൊന്നും ഞാൻ അറിഞ്ഞില്ല. അമ്മ തിരിച്ചു വന്നു. അമ്മ ബെല്ലടിച്ചുകൊണ്ടേയിരുന്നു. അമ്മയുടെ കയ്യിൽ വേറെ ചാവി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അമ്മ ബെല്ലടിച്ചുകൊണ്ടേയിരുന്നു. ഞാനിതൊന്നും അറിഞ്ഞില്ല. നല്ല ഒച്ചയുണ്ടായിരുന്നു ബെല്ലിന്, എന്നാലും ഞാൻ അറിഞ്ഞില്ല. ഞാൻ ഉറങ്ങിപ്പോയി. അമ്മ കണ്ടിന്യൂസ് ആയിട്ട് ബെല്ലടിച്ചത് കൊണ്ട് ഹാളിലുണ്ടായിരുന്ന ബെല്ല് ഷോർട്ട് സർക്യൂട്ടായി കത്തി നിലത്ത് വീണു. അത് നിലത്ത് വീണത് ഒരു ക്ലോത്ത് സ്റ്റാൻഡിലേക്കായിരുന്നു. ആ ക്ലോത്ത് സ്റ്റാൻഡിൽ നിറച്ച് തുണികളായിരുന്നു. അപ്പോൾ അതൊക്കെ കൂടി കത്താൻ തുടങ്ങി. അതങ്ങനെ കത്തിത്തുടങ്ങി. അതൊന്നും ഞാൻ അറിയുന്നില്ല. ഞാൻ തൊട്ടടുത്ത റൂമിൽ കിടക്കുക. അപ്പോൾ അമ്മയ്ക്കും അനിയനും ഈ പുറത്ത് ഡോറിൻ്റെ അടിയിൽ നിന്ന് ഈ കത്തുന്ന വെളിച്ചവും ഈ ടൈല് പൊട്ടുന്ന ശബ്ദമൊക്കെ കേൾക്കാം. അപ്പം അമ്മ വിചാരിച്ചു എന്തു പറ്റിയെന്ന് അമ്മയ്ക്ക് അറിയണ്ടായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു സംശയം തോന്നി. തീ കത്തുന്ന ചൂടും വെളിച്ചവും എല്ലാം അടിക്കാൻ തുടങ്ങി. അപ്പം അമ്മയ്ക്ക് എന്തോ പറ്റിയെന്നറിയാം. അപ്പോൾ ഡോറ് തുറക്കാനായി മാർഗ്ഗം ഇല്ലാണ്ടായപ്പോൾ അമ്മ ഫയർഫോഴ്സിനെ വിളിച്ചു. മൊബൈലിൽ നിന്നാണ് ഫോൺ വിളിച്ചത്. അപ്പോൾ സാധാരണ മൊബൈലിൽ നിന്ന് പോവില്ലായിരുന്നു. പക്ഷെ അന്ന് മൊബൈലിൽ നിന്ന് ഫയർഫോഴ്സിന് കോള് പോയി. അതുണ്ടായൊരു അനുഭവം എന്ന് വെച്ചാൽ പരിശുദ്ധ അമ്മയെ ധ്യാനിച്ചുകൊണ്ട് ഓരോ ആംബുലൻസും പോകുമ്പോൾ അല്ലെങ്കിൽ ഓരോ സൈറൻ കേൾക്കുമ്പോഴെല്ലാം എൻ്റെ അമ്മ പറഞ്ഞു തരാറുണ്ട് ഓരോ നന്മ നിറഞ്ഞ് പറയുമ്പോൾ ചെല്ലാൻ. ആ ആംബുലൻസിലുള്ള രോഗി കൃത്യസമയത്ത് അവിടെ എത്തി രോഗസുഖമാകാൻ വേണ്ടി പരിശുദ്ധ അമ്മയെ അവരെ കൂട്ടിനയക്കാനുള്ള ഒരു മാർഗ്ഗമായി എൻ്റെ അമ്മ അത് പറഞ്ഞു തന്നിരുന്നു. അപ്പം ഞാനത് ചെയ്തിരുന്നു. എത്രത്തോളം പ്രാവർത്തികമാണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാലും ഓരോ ആംബുലൻസ് വീടിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പോഴൊക്കെ ഞാൻ ഓരോ നന്മ നിറഞ്ഞ് പറയുമ്പോൾ ചെല്ലിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് തോന്നുന്നു അമ്മ ഫോൺ വിളിച്ച ഉടനെ തന്നെ ആ സമയത്ത് പുറത്ത് പോയി വന്ന ഫയർ എഞ്ചിൻ കൃത്യസമയത്ത് അവിടെ എത്തിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഫയർ എഞ്ചിൻ അപ്പം തന്നെ ഞങ്ങളുടെ ഫ്ലാറ്റിലേക്ക് വരികയും അവർ മുകളിലേക്ക് കയറി. അവർക്ക് വാതിൽ തുറക്കാൻ പറ്റിയിരുന്നില്ല. അവസാനം അവർ അത് വെട്ടിപ്പൊളിക്കേണ്ട വന്നു. മെയിൻ ഡോർ വെട്ടിപ്പൊളിക്കേണ്ടി വന്നു. അപ്പോൾ ഏകദേശം 6:30 സമയമായിരുന്നു. അവർ വെട്ടിപ്പൊളിച്ച് അകത്ത് കയറിയപ്പോൾ നിറയെ പുകയും കരിയും പുറത്തേക്ക് വന്നു. അവർക്ക് അകത്തേക്ക് കയറാൻ തന്നെ ഒരു 5 മിനിറ്റ് എടുത്തു. ആർക്കും ശ്വസിക്കാനായി പറ്റിയിരുന്നില്ല. അപ്പോൾ ഡോറ് തുറന്നപ്പോൾ തന്നെ ആ കത്തുന്ന സാധനം അവർക്ക് കാണാമായിരുന്നു. അത് എൻ്റെ ഹൈറ്റുള്ളൊരു ക്ലോത്ത് സ്റ്റാൻഡായിരുന്നു. അത് നിന്ന് കത്തിയപ്പോൾ അവർ അനിയനോട് പറഞ്ഞു, അമ്മയെ പിടിച്ചോ, ചേച്ചിയാണ് കത്തുന്നതെന്ന് തോന്നുന്നു. അവർ അനിയനോട് പറഞ്ഞു. അമ്മ അത് കേട്ട് ആകെ വിഷമമായി. അമ്മ കുഴഞ്ഞു വീണമെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും അറിയില്ല. ഞാൻ അപ്പോഴും ആ റൂമിൽ കിടന്നുറങ്ങുമായിരുന്നു. ഒന്നും അറിയാതെ പരിശുദ്ധ അമ്മേനെ ഉറക്കി. എന്നിട്ട് അവരകത്ത് കയറി ആ തീ അണച്ചു. കറണ്ട് ഇല്ലാത്ത കാരണം അവർക്കും തീ അണയ്ക്കാനായി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തീ അണച്ചതിന് ശേഷം കുറേ കഴിഞ്ഞിട്ടാണ് അവരെന്നെ തപ്പുന്നത്. ഞാൻ എവിടെയാണെന്നൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ അവർ ആ റൂമിലെത്തി. ഫയർമാനാണ് എന്നെ വിളിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നത് തന്നെ. അപ്പോൾ കറണ്ടില്ല. ആകെ ബഹളം കേട്ട് ഞാൻ ഓടിച്ചാറി പുറത്തേക്ക് ഇറങ്ങി. എല്ലാവരും ഫ്ലാറ്റിലുള്ള എല്ലാവരും പുറത്ത് നിൽക്കുക. എന്താ സംഭവം എന്ന് പോലും എനിക്ക് മനസ്സിലായില്ല. അപ്പോഴാണ് അങ്ങനെ തീ ഉണ്ടായി എന്നൊക്കെ പറയുന്നത്. തീ അണച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്ലാറ്റിനകത്തേക്ക് കയറി. അപ്പം ഫുൾ വൈറ്റ് കളർ പെയിൻ്റ് അടിച്ചിരുന്ന ഫ്ലാറ്റ് മൊത്തം ബ്ലാക്ക് കളറായിപ്പോയി. ആ പോലീസ് പുറത്തിറങ്ങിയപ്പോൾ പറഞ്ഞു, ഈ ബെല്ല് വീണ് കത്തിയിരുന്ന സ്ഥലത്ത് തൊട്ട റൂമിൽ ഒരു ഡോറുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ ഞങ്ങളുടെ പഴയ ഓണറിൻ്റെ ഫർണിച്ചറും മെത്തയൊക്കെ ആയിരുന്നു. ആ ഡോറ് പകുതിയോളം കത്തിയിരുന്നു.
അപ്പോൾ അവർ പറഞ്ഞു ആ ഡോറ് പകുതിയോളം കത്തിയുള്ളൂ, പക്ഷെ ഒരു പുക പോലും ആ റൂമിൻ്റെ ഉള്ളിലേക്ക് പോയിരുന്നില്ല. ആ പുകയോ തീയോ അങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പടർന്നിരുന്നെങ്കിൽ. അതുപോലെ തന്നെ ഈ കത്തുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിരുന്നു കിച്ചണിൽ 2 ഫുൾ കുറ്റി ഗ്യാസായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടേക്ക് 2 സ്ഥലത്തേക്ക് എങ്ങാനും കത്തി പടർന്നിരുന്നെങ്കിൽ അവർക്ക് പോലും തീ അണയ്ക്കാൻ പറ്റില്ലായിരുന്നു. കാരണം ആ ഫ്ലാറ്റിൽ അത്രയും പോലും ഫയർ സെക്യൂരിറ്റി ഉണ്ടായിരുന്നില്ല. 9ാം നില ആയിരുന്നതിനാലും വെള്ളം എത്തിക്കാനും അവർക്ക് പറ്റിയിരുന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു ഒന്നെങ്കിൽ ആ റൂമിലേക്ക് അല്ലെങ്കിൽ കിച്ചണിലെ ഗ്യാസ് സ്റ്റൗവിലേക്ക് കത്തി പടർന്നിരുന്നെങ്കിൽ ആ 14 നില കെട്ടിടവും നിന്ന് കത്തിയേനേന്ന്. അപ്പോഴാണ് ഞാൻ സംഭവത്തിൻ്റെ ഗൗരവം മനസ്സിലാവുന്നത്. പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ച് ആ ജപമാല കൈ പിടിച്ച് ഉറങ്ങിയതിൻ്റെ അനുഗ്രഹം മാത്രമാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ആ ബാൽക്കണിയും ജനലും എല്ലാം കുറ്റിയിട്ടിട്ടാണ് ഞാൻ കിടന്നിരുന്നത്. അവർ തിരിച്ച് വന്ന് എന്നെ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞു. കുട്ടി എങ്ങാനും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടോയെന്ന്. പിന്നെ അവർ പറഞ്ഞു കുട്ടി ബാൽക്കണിയും ജനലും തുറന്നിട്ടുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ ബാൽക്കണിയും ജനലയും എല്ലാം അടച്ചിട്ട് സേഫായിട്ട് ഇരുന്നത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. പരിശുദ്ധ അമ്മ ചെന്നാണ് അത് തുറന്നിട്ടത്. അതുകൊണ്ട് എനിക്ക് ശ്വസിക്കാൻ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. തിരിച്ചെന്നെ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല. എൻ്റെ മേത്തൊരു കരി പോലും ആയിരുന്നില്ല. ആ ഫ്ലാറ്റ് മൊത്തം കരിയും പുകയും ഒക്കെ ആയിട്ടും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല എനിക്ക്. ആ ഫ്ലാറ്റ് അതിനുശേഷം അങ്കിളിൻ്റെ വീട്ടിലേക്ക് താമസം മാറി 1 മാസത്തോളം എടുത്തു അവർക്ക് ആ ഫ്ലാറ്റ് ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കാൻ. പറ്റിയ കരിയെല്ലാം ചുരണ്ടി കളഞ്ഞിട്ട് അതിൻ്റെ മേലെ വേണമായിരുന്നു പെയിൻ്റ് അടിക്കാനായി. അപ്പോൾ അവർ ബുദ്ധിമുട്ട് പറയും. ഇത്രയും രീതിയിൽ കത്തിയിട്ടും ആ കൊച്ചിനൊന്നും അപകടം പറ്റിയില്ലല്ലോ എന്ന് അവർ പറഞ്ഞപ്പോൾ അവരോടും പറഞ്ഞു ഇങ്ങനെ പരിശുദ്ധ അമ്മ സഹായിച്ചുകൊണ്ടാണെന്ന്. അവർക്കും അത് വലിയൊരു പ്രചോദനമായി. അവരും കുറേ കൂടി മാതാവിനെക്കുറിച്ച് അറിയാനായി എന്നോട് ചോദിച്ചു. ഞാനും എനിക്ക് നൽകിയ അനുഗ്രഹത്തെക്കുറിച്ച് മാതാവിന് നന്ദി പറഞ്ഞ് അവരോടും പറഞ്ഞു കൊടുത്തു. എൻ്റെ നല്ല അമ്മ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചെയ്ത ഏറ്റവും നല്ലൊരു അനുഗ്രഹത്തെക്കുറിച്ച്. അന്ന് അമ്മ എന്നെ കൈ പിടിച്ച് എന്നെ ഉറക്കിയില്ലായിരുന്നെങ്കിൽ, എൻ്റെ തൊട്ടടുത്ത് എന്നെ സംരക്ഷിക്കാനില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാനിവിടെ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. പരിശുദ്ധ അമ്മയുടെ നീല കാപ്പയിന്മേൽ പരിശുദ്ധ ഉണ്ണിയോട് ചേർന്ന് എന്നെ സംരക്ഷിച്ചതിന് അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മ ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യും എന്നനുഭവിച്ചറിഞ്ഞൊരു കുടുംബമാണ് ഇവരുടേത്. ദൈവിക ഇടപെടലുകൾ മനുഷ്യ ജീവിതങ്ങളിൽ വാങ്ങി നൽകുവാൻ ശക്തമായ സഹായമാണ് പരിശുദ്ധ അമ്മ എന്ന് ഈ കുടുംബം ഏറ്റുപറയുന്നു. പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ നൽകിയ വേറൊരു അനുഭവമുണ്ട്. അപ്പയ്ക്ക് 5 സഹോദരന്മാരാണ്. അപ്പ അടക്കം 5 സഹോദരന്മാരാണ്. അവരെല്ലാവരും 10 വർഷങ്ങൾക്ക് മുമ്പ് ധ്യാനത്തിന് പോയി. അട്ടപ്പാടി സെഹിയോൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനത്തിന് പോയി. ഞങ്ങൾ വീട് മാറിക്കൊണ്ടിരിക്കുന്നതിനാൽ അപ്പയ്ക്കും അമ്മയ്ക്കും പോകാൻ പറ്റിയിരുന്നില്ല. അപ്പയുടെ 4 സഹോദരന്മാരും അവരുടെ ഭാര്യമാരും ധ്യാനത്തിൽ കൂടി പ്രാർത്ഥിച്ച് ഈശോയിലേക്ക് അടുത്തു. അവരെല്ലാവരും മദ്യപിച്ചിരുന്നു. എന്നാൽ അത്രയധികം വലിയ മദ്യപാനിമാരൊന്നും അല്ലായിരുന്നു. അവരെ ആ ധ്യാനത്തിലൂടെ ഈശോയെ അറിഞ്ഞ് മദ്യപാനം എന്ന തിന്മ അവരെല്ലാവരും ഉപേക്ഷിച്ചു. അപ്പോൾ അപ്പ ധ്യാനം കൂടാത്തതുകൊണ്ടും അപ്പയ്ക്ക് അതൊരു തിന്മയായി തോന്നാത്തതുകൊണ്ടൊക്കെ അപ്പം അത് ഉപേക്ഷിച്ചില്ല. അപ്പയുടെ ബിസിനസ്സിനും എല്ലാം അത് ആവശ്യമായിരുന്നു എന്ന് പറഞ്ഞ് അപ്പോൾ ഓരോ എക്സ്ക്യൂസസ് പറഞ്ഞ് അങ്ങനെ കൊണ്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങി. അതായത് ഓരോ സഹോദരന്മാരുടെ വീട്ടിൽ ഓരോ മാസവും ഓരോ മാസത്തിൽ ഓരോ ഞായറാഴ്ചയും ജപമാലയും സമർപ്പണവും മധ്യസ്ഥ പ്രാർത്ഥനയും അത് കഴിഞ്ഞ് രാത്രി 8:30-ക്കുള്ള അഭിഷേകാഗ്നിയൊക്കെ കണ്ട് അങ്ങനെയായിരുന്നു ആ പ്രാർത്ഥനയുടെ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. അങ്ങനെ ഓരോ മാസവും പ്രാർത്ഥന വെച്ചിരുന്നു. 1 കൊല്ലത്തോളം കഴിഞ്ഞപ്പോൾ അപ്പയ്ക്ക് പെട്ടെന്ന് ഒരു നെഞ്ചുവേദന പോലെ വന്നു. ഞങ്ങളെല്ലാവരും വിചാരിച്ചു അറ്റാക്ക് ആവുമെന്ന്. അപ്പോൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റുകളെല്ലാം ചെയ്തു. ഹാർട്ടിൻ്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ എല്ലാം നോർമലായിരിക്കുന്നു. പക്ഷേ അപ്പയ്ക്ക് വേദന മാറുന്നില്ല. പെയിൻ കില്ലർ കഴിച്ചിട്ടാണ് വേദന കുറഞ്ഞ് ഉറക്കിയിരുന്നത്. അപ്പയ്ക്ക് തീരെ പറ്റില്ലായിരുന്നു. ജീവൻ പോകുന്ന വേദന അനുഭവിച്ച് അപ്പം കരയുന്ന ഓർമ്മയുണ്ട്. അപ്പം ഞാനിവിടെ വന്ന് പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കും.
എന്തു പറ്റി, അപ്പയ്ക്ക് ഇങ്ങനെ അസുഖമാണ്, അമ്മയെ പ്രാർത്ഥിക്കണേ, രോഗികളെ സുഖപ്പെടുത്തുന്ന അമ്മ അപ്പയ്ക്ക് കൂട്ടായിരിക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. കുടുംബം മൊത്തം ജപമാലയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ഹാർട്ടിൻ്റെ എല്ലാ ടെസ്റ്റും കഴിഞ്ഞിട്ടും എന്താ അസുഖം എന്ന് അവർക്ക് മനസ്സിലാവുന്നില്ല. അതിനുശേഷം അവരൊരു ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ അവിടെ തന്നെ സജസ്റ്റ് ചെയ്ത് അപ്പോൾ ഒന്ന് ജസ്റ്റ് പോയി വന്നു. അവർ സ്റ്റൊമക്ക് സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ അതിൻ്റെ അടുത്തുള്ള ഇൻറ്റേർണൽ ഓർഗൻസും കൂടി അവർ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ പാങ്ക്രിയാസ് ബൾജ് ചെയ്ത് പൊട്ടുന്നൊരവസ്ഥയിലെത്തി. അതുകൊണ്ടാണ് ശക്തമായ വേദന അപ്പയ്ക്ക് അനുഭവപ്പെട്ടിരുന്നത്. സാധാരണ അപ്പോൾ ഡോക്ടർ പറഞ്ഞു സാധാരണ ഇത് കണ്ടുപിടിക്കാൻ പറ്റാറില്ല. ആ ഡോക്ടർക്ക് തന്നെ കുറച്ച് നാൾ മുമ്പ് ഒരു രോഗി ഈ പാങ്ക്രിയാസ് പൊട്ടി മരിച്ചതിന് ശേഷമാണ് ഇതായിരുന്നു കാരണമെന്ന് അവർക്ക് പോലും മനസ്സിലായത്. ആ ഡോക്ടറിൻ്റെ ആ ഒരു അനുഭവമാണ് അപ്പയ്ക്കും ഈ ടെസ്റ്റ് ചെയ്യാൻ ആ ഡോക്ടറെ പ്രേരിപ്പിച്ചത്. പക്ഷെ അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമായിരുന്നു. അങ്ങനെ അവർ ആ ടെസ്റ്റ് ചെയ്തു. അപ്പോൾ അവർക്കത് മനസ്സിലായി. അതിനുവേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എടുത്തു, ഓക്കെ ആയി, എങ്കിലും ഇനി കുറച്ച് നാളത്തേക്ക് നോൺ വെജോ അങ്ങനെയൊന്നും കഴിക്കാൻ പാടില്ല. ഒപ്പം ഇനി ജീവിതകാലത്തിൽ ഒരിക്കലും അപ്പയ്ക്ക് ആൽക്കഹോൾ കണ്ടൻറ്റ് ബോഡിയിൽ എത്താൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അപ്പം മരിച്ചു പോകുമെന്ന് ആ ഡോക്ടർ പറഞ്ഞു. അപ്പം ഞങ്ങൾക്കതൊരു ഒരു ദുരന്തം ഒഴിവായി എന്ന സന്തോഷത്തിലൊരു അപ്പയുടെ മദ്യപാനം മാറിയല്ലോ എന്നൊരു അനുഗ്രഹമായിരുന്നു. കാരണം ബാക്കി എല്ലാവരും ധ്യാനം കൂടി. അപ്പം അന്ന് ധ്യാനം കൂടിയിരുന്നെങ്കിലും അപ്പയുടെ കൂട്ടുകെട്ടും ബിസിനസ്സും ഒക്കെ കാരണം അപ്പം ചിലപ്പോൾ തിരിച്ച് ആ മദ്യപാനത്തിൽ എത്തുമായിരുന്നു. അപ്പം അങ്ങനെ പറയാറുണ്ട്. പക്ഷേ ഇങ്ങനെ പരിശുദ്ധ അമ്മ ഇടപെട്ടുകൊണ്ട് മാത്രം അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും അപ്പയ്ക്ക് അതൊന്ന് രുചിച്ച് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അത്രയും വലിയൊരു അനുഭവം പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു. അതിനോർത്ത് പരിശുദ്ധ അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു. വിദ്യാഭ്യാസ കാലഘട്ടങ്ങളിലൂടെ ഇപ്പോഴും നടന്നു നീങ്ങുന്ന ഈ വിദ്യാർത്ഥിയുടെ ശരണം പരിശുദ്ധ അമ്മയിലാണ്. ഇതുവരെ നേരിട്ട പരീക്ഷകളിലെല്ലാം ജപമാലയുടെ പരിശുദ്ധ അമ്മ തന്ന തിളക്കമാർന്ന വിജയങ്ങളാണ് മിനിയെ പരിശുദ്ധ അമ്മയിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നതും. എൻ്റെ ജീവിതത്തിലുടനീളം പരിശുദ്ധ അമ്മ എൻ്റെ അമ്മയായിരുന്നു. അതുപോലെ എൻ്റെ പഠന രംഗത്തിലും പരിശുദ്ധ അമ്മ എൻ്റെ ഗുരുഭൂതയായിരുന്നു. ഓരോ വിഷയങ്ങൾ എന്നെ പഠിപ്പിക്കുന്നതും ഓരോ പരീക്ഷകൾക്കായി എന്നെ ഒരുക്കുന്നതും പരിശുദ്ധ അമ്മയായിരുന്നു. ചെറുപ്പം തൊട്ട് അങ്ങനെ പഠിക്കാനുള്ളൊരു താല്പര്യമൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ കാരണം ഒരുവിധം പഠിക്കാനായി ഞാൻ താല്പര്യപ്പെട്ടിരുന്നു. പക്ഷെ പഠിച്ചു തുടങ്ങും, എനിക്ക് വലിയ മാർക്കൊന്നുമില്ല. അപ്പം ഇങ്ങനെ അമ്മ പറയും, അപ്പം പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കാൻ തുടങ്ങാൻ. അപ്പം ഞാൻ ഇങ്ങനെ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ജപമാല എത്തിക്കും, പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന ചൊല്ലും, വിദ്യാർത്ഥികൾക്കുള്ള പ്രാർത്ഥന ചൊല്ലും. അങ്ങനെ ഞാൻ അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് ഞാൻ പഠിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ പഠിക്കാനുള്ള ഓരോ വിഷയം എടുക്കുമ്പോഴും ആ വിഷയത്തിൻ്റെ ആ പേജിൽ വലതുകരം വെച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. പരിശുദ്ധ അമ്മേ, ഈ വിഷയം പഠിക്കാനായി എന്നെ വായിക്കാൻ സഹായിക്കുന്നു ഉണ്ണീശോയെ, എന്നെ ഇത് കാണാൻ സഹായിക്കുന്നു ഉണ്ണീശോയെ, എന്നെ ഇത് കേൾക്കാൻ സഹായിക്കുന്നു ഉണ്ണീശോയെ, ഇതെല്ലാം എൻ്റെ ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്നു ഉണ്ണീശോയെ, എനിക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് അയച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ അമ്മ അയച്ചു തരുമായിരുന്നു. അല്ലെങ്കിൽ ഒരിക്കലും എല്ലാ പരീക്ഷകളിലും എനിക്ക് അമ്മ ഞാൻ പ്രതീക്ഷിച്ചതിലും കൂടുതൽ വിജയം നൽകി അനുഗ്രഹിക്കുമായിരുന്നു. അപ്പം എൻ്റെ അമ്മ പറയുക, നീ ഇങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല എന്നിട്ട് നല്ല മാർക്കുണ്ടല്ലോ. അപ്പം ഞാൻ പറയും, അമ്മ അന്ന് പറഞ്ഞില്ലേ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പഠിക്കാൻ തുടങ്ങാൻ, അതുകൊണ്ടാണെന്ന് പറയും. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ചു തുടങ്ങും. അപ്പം അങ്ങനെ ഓരോ പ്രാവശ്യവും പരീക്ഷകളിൽ വിജയം കൂടി തുടങ്ങിയപ്പോൾ ഞാൻ അമ്മയെ മുറുകെ പിടിച്ചു. അമ്മയെ എന്നെ വിഷയം പഠിപ്പിച്ചരണേ എന്ന് പറഞ്ഞ് അമ്മയെ തൊട്ടടുത്തിരുത്തും. ഉണ്ണീശോയുടെ സഹായം യാചിക്കും. ഉണ്ണീശോ എല്ലാ കാര്യങ്ങളും എന്നെ പഠിപ്പിച്ചു തരും. എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാൻ സാധിക്കും. ഫിലിപ്പി 4:13 എന്ന വചനത്തിൻ്റെ ശക്തി ഞാൻ കൂടുതൽ മനസ്സിലാക്കിയാണ്. അങ്ങനെ പഠിച്ചു അമ്മ എന്നെ പഠിപ്പിച്ചു കൊണ്ടുവന്നിരുന്നു. അങ്ങനെ എത്തിയപ്പോൾ 10ാം ക്ലാസ് കാലഘട്ടം തുടങ്ങി.
അമ്മാമ്മ മരിച്ചു. 10ാം ക്ലാസ് തുടങ്ങിയ സമയത്ത് എൻ്റെ അമ്മാമ്മ മരിച്ചപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. എങ്കിലും പരിശുദ്ധ അമ്മാമ്മ പകർന്നു തന്ന വിശ്വാസമുള്ള എൻ്റെ അമ്മയെ കൂട്ട് തന്നിട്ട് പോയെന്നൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ വിഷമം കാര്യമായിട്ടുണ്ടായിരുന്നു. എങ്കിലും അത് മറന്ന് ഞാൻ പഠിക്കാൻ തുടങ്ങി. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണത്തിനായി കൂടുതൽ പ്രാർത്ഥിച്ചു. ആ സമയങ്ങളിൽ 10ൽ നല്ല മാർക്ക് കിട്ടണമെന്നതിനുപരി പരിശുദ്ധ അമ്മേൻ്റെ കൂട്ടായിരിക്കണേന്ന് പ്രാർത്ഥിച്ചിരുന്നു. അതായിരുന്നു ആദ്യത്തെ പ്രാർത്ഥന. എന്നെ സംരക്ഷിക്കണേ, അമ്മയുടെ നീല കാപ്പയിന്മേൽ എന്നെ പൊതിഞ്ഞ് പിടിക്കണേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ പരീക്ഷകൾ തുടങ്ങി. ഇങ്ങനെ സ്കൂളിൽ ക്ലാസ് നടന്നു. അത് കഴിഞ്ഞ് ഒരു നവംബർ മാസമായപ്പോൾ 2015 നവംബർ മാസത്തിൽ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മയ്ക്കും അപ്പയ്ക്കും അനിയനും ഡെങ്കിപ്പനി പിടിപെട്ടു. പക്ഷെ എനിക്ക് മാത്രം ഡെങ്കിപ്പനി വന്നില്ല. 2-3 പ്രാവശ്യം ചെക്ക് ചെയ്ത് നോക്കി. എന്നിട്ടും എൻ്റെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അവർക്കൊക്കെ 1 ലക്ഷത്തിലെത്തി പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. എനിക്കത് 3.5 ലക്ഷത്തിലെത്തി നിർത്തി. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി. ഞാനാണ് എൻ്റെ ഫാമിലിയിൽ ഏറ്റവും ചെറിയ കുട്ടിയെന്ന് പറയാൻ. അത്ര ആരോഗ്യമൊന്നുമില്ല. എങ്കിലും പരിശുദ്ധ അമ്മ ആ സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എന്നെ വലിയൊരു അസുഖത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. അമ്മയും അപ്പയും അനിയനും ഭയങ്കര ക്ഷീണമായിരുന്നു ആ സമയത്ത് ഡെങ്കിപ്പനി പിടിപെട്ട്. പക്ഷെ എനിക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റിയിരുന്നില്ല. 1 മാസത്തോളം പുറത്തിറങ്ങാൻ പറ്റിയില്ല. എങ്കിലും കുഴപ്പമില്ല, ഞാൻ അവരെ വീട്ടിലെ കാര്യങ്ങൾ നോക്കി അവിടെ ഇരുന്നു. സാരമില്ല, പരിശുദ്ധ അമ്മ നോക്കിക്കോളും. എനിക്ക് ഇത്രയും വലിയ അസുഖം വരാതെ എന്നെ കാത്ത അമ്മ എൻ്റെ പഠനവും മുന്നോട്ട് കൊണ്ടുപോകുന്ന വിശ്വാസം എനിക്കുണ്ടായിരുന്നു. 1 മാസത്തോളം ക്ലാസ് പോയി. അതിനുശേഷം 10ൽ എക്സാം വന്നു. അപ്പോൾ അതൊക്കെ എന്തോ ഒരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ് മിസ്സായി, പഠിച്ചിട്ടില്ല. അതിൻ്റെ ഇടയിലാണ് വീട്ടിന് തീ പഠിക്കുന്ന അനുഭവമൊക്കെ ഉണ്ടായത്. ആ ജനുവരി കഴിഞ്ഞ് അതിൻ്റെ വിഷമമൊക്കെ കൂടി എല്ലാം കൂടി മാർച്ചിൽ എക്സാം എഴുതാൻ ചെന്നപ്പോൾ അമ്മയ്ക്ക് കൊടുത്തു. അമ്മേ, നീ വന്ന് പരീക്ഷ എഴുതണം. ഞാൻ പരീക്ഷയ്ക്ക് കാലത്ത് കുർബാനയ്ക്ക് ശേഷം എക്സാം എഴുതാൻ പോയി. അമ്മയും ഔസേപിതാവിനെയും എക്സാം ഹോളിലെത്തി. തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ഇരുത്തി. ഉണ്ണീശോയെ പിടിച്ച് ബെഞ്ചിൻ്റെ മുകളിലിരുത്തി. ഉണ്ണീശോയെ, നീ എനിക്ക് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞ് എക്സാം എഴുതാൻ തുടങ്ങി. ഓരോ എക്സാം എഴുതാകുമ്പോഴും എനിക്ക് അറിയാവുന്ന ചോദ്യങ്ങളാണോ എന്ന് പോലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിരുന്നില്ല. എങ്കിലും ഞാൻ എന്തൊക്കെയോ എഴുതും. ഉണ്ണീശോ മുമ്പ് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ എഴുതും. ഞാൻ എക്സാമുകളെല്ലാം കഴിഞ്ഞു. എല്ലാം ഒരുവിധം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും മാത്സൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നു. ഞാൻ ഫുൾ A+ ഒന്നും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ എൻ്റെ ഉണ്ണീശോയിൽ നിന്ന് എനിക്ക് ഫുൾ A+ മേടിച്ചു തന്നു. അതെനിക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായിരുന്നു. കാരണം ഒരു പ്രതീക്ഷിക്കാത്ത ഒരു വിജയമായിരുന്നു അതെനിക്ക്. അതിനുശേഷം +2 കാലഘട്ടത്തിൽ ഞാൻ ഇങ്ങനെ പഠിച്ചു തുടങ്ങി. ബയോ ലാംഗ്വേജ് എടുത്തിരുന്ന വിഷയമായിട്ട്. അപ്പോൾ അത്യാവശ്യം ടഫായിരുന്നു. പഠിക്കാൻ അത്ര കേപ്പബിളൊന്നുമല്ല. എന്നാലും കഷ്ടപ്പെട്ടിരുന്ന് പഠിക്കും, പരിശുദ്ധ അമ്മയെ കൂട്ട് വിളിക്കും എന്നൊരു യോഗ്യത മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ പഠിച്ചു. എനിക്ക് +2ൽ 94.4% നൽകി അമ്മ അനുഗ്രഹിച്ചു. അതിനുശേഷം മെഡിക്കൽ എൻട്രൻസിന് വേണ്ടി റിപ്പീറ്റ് ചെയ്യാൻ ഇപ്പം ഞാൻ പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിൽ പഠിക്കുവാണ്. അപ്പോൾ ഹോസ്റ്റലിലേക്ക് പോകണം. അപ്പോൾ വീട്ടിൽ നിന്ന് ഒരുപാട് മാറി നിൽക്കുകയെന്ന് വെച്ചാൽ അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പോഴും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം യാചിച്ച് പ്രാർത്ഥിച്ചു. നല്ല റൂംമേറ്റ്സിനെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ എനിക്കിവിടെ 10th +2 വരെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡയറിയിൽ 2 പേജും ലീവ് റെക്കോർഡ് ഫുള്ളാക്കാതെ ഞാൻ ആ വർഷം പൂർത്തിയാക്കാറില്ല. എപ്പോഴും പനി വരും. ഫ്രീക്വൻ്റായിട്ട് പനി വരുമ്പോൾ എനിക്ക് കുറേ ലീവ് എടുക്കേണ്ടി വരും. അത്രയും ലീവ് എടുത്തുകൊണ്ട് ടീച്ചേഴ്സൊക്കെ വഴക്ക് പറയും, എന്തിനാ ഇങ്ങനെ മുടങ്ങുന്നതെന്നൊക്കെ. പക്ഷെ അത്രയും ക്ഷീണമാണ് എപ്പോഴും എനിക്ക്. അപ്പോൾ അങ്ങനെയൊക്കെ അത്രയും അസുഖങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അവിടെ ഇത്രയും വലിയൊരു എക്സാം എഴുതാൻ പോകുമ്പോൾ, അത്രയും കോമ്പറ്റീഷനുള്ളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പരിശുദ്ധ അമ്മയെ രോഗങ്ങളൊന്നും വരുത്താതെ കാക്കണേന്നും ഇവിടെ പ്രാർത്ഥിച്ച് അവസാന ബലിയർപ്പണം ഇവിടെ ലൂർദ് പള്ളിയിൽ എത്തിച്ചിട്ടാണ് അന്ന് ഹോസ്റ്റലിലേക്ക് യാത്രയായത്. അത് കഴിഞ്ഞ് അവിടെ എത്തി എനിക്ക് നല്ല 2 റൂംമേറ്റ്സിനെ കിട്ടി. അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹമാണ്. ഞാൻ എങ്ങാനും ഉറങ്ങിപ്പോയാൽ തന്നെ അവർ വിളിച്ച് പഠിക്കാൻ പറയും. എൻ്റെ പ്രാർത്ഥനയുടെ സമയത്തൊക്കെ അവരെന്നെ വിളിച്ച് പ്രാർത്ഥന എത്തിക്കാറായി, പ്രാർത്ഥിക്കുക എന്നൊക്കെ പറയും. 2 ഹിന്ദുസാണ് എങ്കിൽ കൂടി അവർ വളരെ സ്നേഹത്തോടെ, അത് പരിശുദ്ധ അമ്മയുടെ ഒരു പരിപാലനയായിപ്പോഴും.
അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ +2 വരെ ഇങ്ങനെ ഫുൾ അസുഖങ്ങളായിട്ട് ലീവ് എടുത്തുകൊണ്ടിരുന്ന ഞാൻ അവിടെ പാലയിൽ ചെന്നതിന് ശേഷം പനി വന്നിട്ടോ വേറെ എന്ത് അസുഖം വന്നിട്ടോ ഒറ്റ ദിവസം പോലും എനിക്ക് ലീവ് എടുക്കേണ്ട വന്നിട്ടില്ല. അത് പരിശുദ്ധ അമ്മയുടെ വലിയൊരു അനുഗ്രഹമാണ്. ഞാൻ പേടിച്ചിട്ടാണ് പോവായിരുന്നു, എന്തെങ്കിലും പനി വരുമോ, അവിടെ ഭയങ്കര തണുപ്പാണ് എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നു. എങ്കിലും പരിശുദ്ധ അമ്മ എന്നെ അതിൽ നിന്നെല്ലാം സംരക്ഷിച്ചു. റൂംമേറ്റ്സിന് പനി വന്നാൽ പോലും, അവർക്ക് 2 ആൾക്കും പനി വന്നാൽ പോലും എന്നെ ആ പനിയിൽ നിന്നെല്ലാം അമ്മ കാത്തു സംരക്ഷിക്കുമായിരുന്നു. എനിക്ക് മാത്രം വരില്ലായിരുന്നു. അപ്പോൾ അവർ പറയും, നീ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമാണ് നിനക്ക് അങ്ങനെ പനി വരാതിരിക്കുന്നതൊക്കെ. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. കാരണം ഇങ്ങനെ എല്ലാവരും പറയും, അസുഖങ്ങളൊന്നും ഇല്ലല്ലോ. എപ്പോഴും അമ്മ വിളിക്കുമ്പോൾ ചോദിക്കും, അസുഖങ്ങളൊന്നും ഇല്ലല്ലോ എന്ന്. പരിശുദ്ധ അമ്മയുടെ പരിപാലനയായി ഞാനിത് കാണുന്നു. ദൈവാനുഗ്രഹം നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭവനമാണ് ഇവരുടേത്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ ഇവർ ദിനവും മുട്ടുകൾ മടക്കുന്നു. ഇപ്രകാരം തന്നെ സ്നേഹിക്കുന്ന ഈ കുടുംബത്തെ പരിശുദ്ധ അമ്മയും സ്നേഹിക്കുന്നു എന്നതിന് ഒരടയാളം ഒരിക്കൽ അമ്മ ഇവർക്ക് നൽകുകയുണ്ടായി. ഒരു കൊന്തമാസത്തിൽ പരിശുദ്ധ അമ്മയുടെ ചെറിയൊരു അനുഭവം എനിക്കുണ്ടായി. ആദ്യത്തെ ദിവസത്തെ കൊന്ത കൂടി തിരിച്ചു വന്നപ്പോൾ അപ്പ വിഷമത്തോടെ പറഞ്ഞു, പരിശുദ്ധ അമ്മയുടെ അടുക്കൽ പൂക്കളൊന്നുമില്ലല്ലോ എന്ന്. അപ്പോൾ അപ്പ പറഞ്ഞു, നമുക്ക് അവിടെ കൊണ്ട് 2 ബൊക്കെ വെച്ചാലോ എന്ന്. ഞങ്ങളെല്ലാവരും പറഞ്ഞു, അത് വലിയൊരു പള്ളിയിൽ നമുക്ക് വെക്കാൻ യാതൊരു യോഗ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അപ്പ പറഞ്ഞു, ചെറിയൊരു ത്യാഗം എടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും സഫലമാവുമെന്ന്. ഞങ്ങളന്ന് രാത്രി ബൊക്കെയായി പള്ളിയിലേക്ക് പോയി. അപ്പയും അമ്മയും അവിടെ ബൊക്കെ സെറ്റ് ചെയ്തു. അപ്പം ഞാനും അനിയനും രൂപത്തിന് മുന്നിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നു. അവർ ബൊക്കെ വെച്ചതും പരിശുദ്ധ അമ്മയുടെ ചെറിയൊരു പുഞ്ചിരി ഞാൻ കാണുവാനിടയായി. ഞാനും അനിയനും അതിൽ വളരെയധികം സന്തോഷിച്ചു. പരിശുദ്ധ അമ്മയുടെ ഇങ്ങനെയൊരു അനുഭവം ഞങ്ങളുടെ കുടുംബത്തിൽ ഈ സാഹചര്യത്തിൽ ലഭിച്ചതിൽ ഞങ്ങൾ നന്ദിപൂർവ്വം ഓർക്കുന്നു.